Let's start with question number 6. നോക്കൂ, ഈ ക്വസ്റ്റ്യൻ മാച്ച് ദി ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് പീരിയോഡിക് പ്രോപ്പർട്ടീസിൽ നിന്നുള്ള പീരിയോഡിക് ട്രെൻഡ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഓരോ ഓപ്ഷൻ നോക്കാം. അപ്പൊ ഏറ്റവും ആദ്യത്തെ ഓപ്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ സി അലുമിനിയം 3+, Mg2+, Na+ ആൻഡ് F- അല്ലേ. അപ്പൊ ഇവര് നമുക്കറിയാം നമ്മളുടെ പീരിയോഡിക് പ്രോപ്പർട്ടീസിൽ ഏറ്റവും ഹോട്ട് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഐസോ ഇലക്ട്രോണിക് സ്പേസ് എന്ന് പറയുന്നത്, അല്ലെ. അതില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഇല്ല. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ Al3+, ഓക്കെ, നെക്സ്റ്റ് Mg2+, നെക്സ്റ്റ് Na+, നെക്സ്റ്റ് F-. നമ്മൾ ഇവിടെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അയാളുടെ അറ്റോമിക് നമ്പർ കുറയുകയാണ്. അറ്റോമിക് നമ്പർ കുറയുമ്പോൾ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണോ അവരുടെ സൈസ് എന്ത് ചെയ്യുകയാണ്, കൂടുകയാണ്. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, അല്ലെ. അപ്പൊ ഏറ്റവും കൂടുതൽ സൈസ് ഉള്ളത് ആർക്കാന്ന് ചോദിച്ചാൽ ഫ്ലോറിൻ, പിന്നാരാണ് Na+, പിന്നാരാണ് Mg2+. അപ്പോൾ ആദ്യത്തത് തന്നിരിക്കുന്നത് അയോൺസ് ആണ്. അപ്പൊ അയോൺസിന്റെ റേഡിയയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് മാച്ച് ചെയ്യാം. ഇനി അത് മാത്രമല്ല, നിങ്ങൾ ഈ ഓപ്ഷൻസ് നോക്കുമ്പോൾ അയോണിക് റേഡിയവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരൊറ്റ ഓപ്ഷനെ ഈ സൈഡിൽ തന്നിട്ടുള്ളൂ. അത് ഓപ്ഷൻ അല്ലെ, ഒന്നാമത്തെ മാച്ചാണ്. അപ്പോൾ എ എന്ന് പറയുന്നത് 4 ആണ്. മക്കളെ A4 ആണെങ്കിൽ ഇതോ അല്ലെ, നമ്മൾ ആൻസർ ഒന്നുകിൽ ഇതോ ആകാനേ ചാൻസ് ഉള്ളൂ. നമുക്ക് അടുത്തിലേക്ക് പോവാം. അടുത്തത് ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, നൈട്രജൻ. മക്കളെ ഇതെല്ലാം നോൺ മെറ്റൽസ് ആണ്, അല്ലെ. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് അയാളുടെ അയണൈസേഷൻ എൻതാൽപ്പിയെ കുറിച്ചോ അല്ലെങ്കിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റിയെ കുറിച്ചാണോ ചിന്തിക്കേണ്ടത്. ഒരിക്കലും ഇലക്ട്രോ നെഗറ്റിവിറ്റി വരില്ല. കാരണം ഇവിടെ ഓക്സിജൻ ആണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ളത്. അപ്പൊ പിന്നെ നമുക്ക് കൂടുതൽ മാച്ച് ചെയ്യാൻ സാധിക്കുന്ന ആരുമായിട്ടാണ്, അയണൈസേഷൻ എൻതാൽപ്പിയുമായിട്ടാണ്. നമുക്ക് നോക്കാം. ബോറോൺ, what is the configuration of boron? S2p1 is the configuration. And for carbon, what the configuration? S2p2. And for oxygen, S2p4. And for nitrogen, S2p3. നമുക്കറിയാം നൈട്രജന്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ആണ്. അപ്പൊ അയാളുടെ അയണൈസേഷൻ എൻതാൽപ്പിയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അയാളുടെ അയണൈസേഷൻ എൻതാൽപ്പി മാക്സിമം. പിന്നെ ഇവിടെ അല്ലെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻസിൽ നമുക്ക് എഴുതാം ഏറ്റവും കൂടുതൽ അയണൈസേഷൻ എൻതാൽപ്പി ഉള്ളത് നൈട്രജൻ, പിന്നാരാണ് ഓക്സിജൻ, പിന്നാരാണ് കാർബൺ, നെക്സ്റ്റ് ആരാണ് ബോറോൺ. സോ ആ ഓർഡർ കറക്റ്റ് ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ദി ഓർഡർ ഓഫ് അയണൈസേഷൻ എൻതാൽപ്പി. അപ്പൊ B1 എന്ന് മാച്ച് ചെയ്യണം. അപ്പൊ ഇവിടെയും B1 ആണ്, ഇവിടെയും B1 ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നു C3ലേക്ക്, അല്ലെ. C3 ആണോ 2 ആണോ നമുക്ക് നോക്കാം. തന്നിരിക്കുന്നത് മെറ്റൽസ് ആണ്. പൊട്ടാസ്യം മെറ്റൽ ആണ്, മഗ്നീഷ്യം മെറ്റൽ ആണ്, അലുമിനിയം മെറ്റൽ ആണ്. എന്നാൽ ബോറോൺ മെറ്റൽ അല്ല. ബോറോൺ ലീസ്റ്റ് മെറ്റാലിക് ആണ്. അപ്പൊ അത് മെറ്റാലിക് ക്യാരക്ടർ മാച്ച് ചെയ്യാമോ? ബാക്കിയുള്ളത് കൂടെ നോക്കണം. പൊട്ടാസ്യം ഗ്രൂപ്പ് 1 ആണ്, മോസ്റ്റ് മെറ്റാലിക് ആണ്. മഗ്നീഷ്യം ഗ്രൂപ്പ് 2 ആണ്, മെറ്റാലിക് ആഫ്റ്റർ ഗ്രൂപ്പ് 1 ആണ്. അലുമിനിയം ഗ്രൂപ്പ് 3 ആണ്, മെറ്റാലിക് ആഫ്റ്റർ ഗ്രൂപ്പ് 2 ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതിനെ ആരുമായി മാച്ച് ചെയ്യാം? മെറ്റാലിക് ക്യാരക്ടറുമായി മാച്ച് ചെയ്യാം. നെക്സ്റ്റ് ഇനി നമുക്ക് ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ അവിടെ പെൻഡിങ് ആയിട്ടുള്ളൂ. ആര് മാത്രമാണ്? ഇലക്ട്രോ നെഗറ്റിവിറ്റി മാത്രമാണ്. നോക്കുക, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓർഡർ കറക്റ്റ് ആണോ തന്നിരിക്കുന്നത്? ക്ലോറിൻ, യെസ്, ക്ലോറിനേ ഉള്ളൂ അവിടെ, അല്ലെ. സോ സിലിക്കൺ, നമുക്കറിയാം നമ്മളൊരു പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോവുകയാണ്. വി ഹാവ് സിലിക്കൺ, പിന്നാരാണ് ഫോസ്ഫറസ്, നെക്സ്റ്റ് ആരാണ് സൾഫർ, നെക്സ്റ്റ് ആരാണ് ക്ലോറിൻ. സോ ഹു ഇസ് ഹാവിംഗ്, അല്ലെ, നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോവുകയാണ്. വെൻ വി മൂവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, അല്ലെ. അപ്പൊ അവരുടെ അയണൈസേഷൻ എൻതാൽപ്പി, അല്ലെ, ഇലക്ട്രോ നെഗറ്റിവിറ്റി. അപ്പൊ ഇലക്ട്രോ നെഗറ്റിവിറ്റി നമ്മൾ നോക്കുമ്പോൾ സൈസ് കുറഞ്ഞയാള് ക്ലോറിൻ ആണ്, അയാൾക്കാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി. അപ്പോൾ തീർച്ചയായിട്ടും ഈ മാച്ചും കറക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് D എന്ന് പറയുന്നത് 3ൽ മാച്ച് ചെയ്യിക്കാം. അപ്പൊ ഓപ്ഷൻ 3 can be selected.